ഗൂഗിൾ നിങ്ങളുടെ വിവരങ്ങൾ വിൽക്കുന്നുണ്ടോ? അങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പുതിയ രീതി അനുസരിച്ച് നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ, അതായത് നമുക്കിപ്പം നമ്മൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ മെസ്സഞ്ചർ വഴിയോ വാട്സാപ്പ് വഴിയോ ഏതെങ്കിലും ഒരു ഫോണിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ വഴി നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുക. ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തെക്കുറിച്ചായിരിക്കാം, ഇലക്ട്രോണിക് സാധനങ്ങളെക്കുറിച്ചായിരിക്കാം, തുണിയെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ എന്തും ആയിരിക്കാം. അപ്പോൾ അത് സെർച്ച് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലുമായിട്ട് സംസാരിക്കുക. നമ്മൾ ഗൂഗിൾ വഴി എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് നോക്കുക, ഗൂഗിളിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. തുടർന്ന് നമുക്ക് ഈ ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ ഫേസ്ബുക്ക് തുറന്നാലും അല്ലെങ്കിൽ അങ്ങനെ ഗൂഗിൾ തുറന്നാലും ഒക്കെ തന്നെ വരുന്നത് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട പരസ്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും ഇതെങ്ങനെ വന്നു എന്ന് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. കാരണം നമ്മൾ എപ്പം എന്ത് കാര്യം നോക്കിയാലും, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാലും എവിടെ നോക്കിയാലും നമ്മൾ എന്താണോ സെർച്ച് ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട പരസ്യങ്ങൾ വരും. അപ്പോൾ അത് നമ്മൾ തന്നെ ചെയ്തിരിക്കുന്ന ഒരു തെറ്റിൻ്റെ ഭാഗം, അല്ലെങ്കിൽ നമ്മൾ അറിയാതിരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ മാറ്റാമെന്നാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നത്. കുറച്ച് പേർക്കെങ്കിലും ഇതൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. അതുപോലെ തന്നെ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്കിവിടെ ഞാനിപ്പോൾ ഗൂഗിൾ ക്രോം എടുത്തിട്ട് ഇവിടെ സെറ്റിങ്സ് എടുക്കുകയാണ്. സെറ്റിങ്സ് എടുത്തിട്ട് ഞാൻ എൻ്റെ ഈ പ്രൊഫൈൽ തന്നെ എടുക്കുകയാണ്. പ്രൊഫൈൽ എടുക്കുമ്പം താഴെ മാനേജ് ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഞാൻ ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പം ഇവിടെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. ഹോം, പേഴ്സണൽ ഇൻഫോ, അങ്ങനെ കുറേ സെക്യൂരിറ്റി, ഇങ്ങനെ കുറേ സംഭവമുണ്ട്. അതിൻ്റെ അകത്ത് ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നമ്മളതൊന്ന് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ താഴോട്ട് ഒന്ന് വരുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാം. ഇവിടെ ഒരു ഓപ്ഷൻ വന്ന് കിടപ്പുണ്ട്, വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി. അപ്പം നമുക്കതൊന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ മറക്കാതെ ചെയ്ത് വെച്ചിരിക്കുക. കാരണം ഇത് കുറേ പരസ്യങ്ങളൊക്കെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്. അല്ലാത്തവർ അത് അത്ര പ്രശ്നമാക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളിവിടെ താഴോട്ട് വരുമ്പോൾ ഇവിടെ 3 ടിക്ക് കിടക്കുന്നതാണ്. അവിടെ അടുപ്പിച്ച് 3 ടിക്ക് ഇട്ടിട്ടുണ്ട്. അതിൽ മൂന്നാമത്തെ ആ ടിക്ക് ചെയ്തേക്കുന്ന ഇൻക്ലൂഡ് വോയിസ് ആൻഡ് ഓഡിയോ ആക്ടിവിറ്റി. അപ്പോൾ ഇത് നമ്മൾ ഓണാക്കി ഇട്ടേക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള പരസ്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളത് ഓഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഒരു ടിക്കിൽ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിയുമ്പം ഇത് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഇവിടെ സ്റ്റോപ്പെന്ന് താഴെ അറ്റത്ത് ഓപ്ഷൻ ഉണ്ട്, സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗോ ഇറ്റ്. അപ്പോൾ നമുക്ക് ആ ഓപ്ഷൻ പോയി. ഇതോടുകൂടി നമുക്ക് അങ്ങനെയുള്ള ആ പരസ്യം വരുന്ന ആ രീതി മാറും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.